السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الحبيب المحبوب شافي العلل ومفرج الكروب وعلى آله وصحبه وسلم. വെള്ളിയാഴ്ച ജാവും പോലും ഏറ്റവും മഹത്വമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അണ്ടത്തെ ജാവുലും പോലും ആക്കൊണായ ധാരാളം സൽക്കർമ്മങ്ങളെ നമുക്ക് പഠിപ്പാട്ടിത്തന്നിർ. വസുന്ന ഖിറാഅത്തു സൂറത്തി കഹ്ഫിൻ, അൽ കഹ്ഫു സൂറത്തോതൽ സുന്നത്താണ്. യൗമൽ ജുമാ പോലും വലൈലത്തഹ, ജുമാഅത്തെ ജാവുകും അൽ കഹ്ഫ് സൂറത്തോതൽ സുന്നത്താണ്. ധാരാളം ഹദീസ് അത് സംബന്ധമായി വന്നിർ. പകൽ സമയത്ത് ഓതലാണ് ഏറ്റവും പ്രബലമായ സുന്നത്ത്. വ ഔലാഹു ബഅദ സുബ്ഹി, അതിലും ഏറ്റവും നല്ലത് സുബ്ഹി നിസ്കാരത്തിൽ പിന്നെയാണ്. മുസാറഅത്തൽ ഖൈർക്ക് പെട്ടെന്ന് ഉളറിപ്പോണുവാനായിട്ട്. അപ്പോൾ അൽ കഹ്ഫ് സൂറത്ത് ജുമുഅത്തണ്ട് ഓതൽ സുന്നത്താണ്, ഏറ്റവും പ്രബലമായ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പഠിപ്പാട്ടിത്തന്നിർ. എല്ലാ ബിസിയും ഒഴിവാക്കി വെച്ചിട്ട് അൽ കഹ്ഫ് ഓതുള്ള ശ്രമം ഞങ്ങൾ നടത്തിയേ തീരൂ. ഒരിക്കലും അൽ കഹ്ഫ് ഞങ്ങളെ മുട്ടത്തെ മിസ്സായി പോണു തീറ. വാർത്തക്ക് ഓർക്കബണ്ടെങ്കത്തെ ഏറ്റവും നല്ല സന്തോഷത്തെ നാളിൽ, ഏറ്റവും വലിയ ഇബാദത്ര നാളിൽ അൽ കഹ്ഫ് ഞങ്ങൾ മറന്നു പോണു തീറ. ഓർക്ക ഓതുന്നു മാത്രമല്ല, വഅൻ യുക്സിറ മിൻഹ, അൽ കഹ്ഫ് ധാരാളം അധികരിപ്പിക്കൽ സുന്നത്താണ്. വ അഖല്ലുൽ ഇക്സാരി സലാസ, അധികരിപ്പിക്കടൻ ചൊന്നെങ്കിൽ എത്രയാണ്? 3 വട്ടം എങ്കിലും ഓതണു. ഇക്സാർ അധികരിപ്പിക്കടൻ ചൊല്ല സുന്നത്ത് കിട്ടണുണ്ടായെങ്കിൽ 3 വട്ടം അൽ കഹ്ഫ് സൂറത്ത് ഓതണുണ്ടാണ് കൂടെ മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ളത്. അപ്പോൾ അൽ കഹ്ഫ് സൂറത്ത് ഒരിക്കലും മറന്നു പോണു തീറ. ഏറ്റവും വലിയ മഹത്വമുള്ള സൂറത്ത്. ധാരാളം ആശയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്ക് പഠിപ്പാട്ടിത്തണ്ട. 7 മഹാന്മാരായ ഔലിയാക്കന്മാരെ, നല്ല ബാലക്കാരായ ഔലിയാക്കന്മാർ ആദർശത്തുക വേനായിട്ട് പോരാടിയെങ്കത്തെ, നല്ല ഭദ്രമായ ഈമാൻ കാത്തു സൂക്ഷിച്ചെങ്കത്തെ, ഏത് സമയത്തും തളരാത്ത, ഒരിക്കലും പതറിപ്പോവാത്ത നല്ല ഭദ്രമായ വിശ്വാസം കാത്തു സൂക്ഷിച്ച മഹാന്മാരെ സംഭവങ്ങൾ അള്ളാഹു അതിൽ വിശദീകരിക്കുക. അതിരൊട്ടിಗೆ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, ഖളിർ നബി അലൈഹിസ്സലാം, ആ 2 മഹാന്മാരെ യാത്രയുടെ വിവിധ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു തആല ചെന്നോണ്ടുള്ള. അതുകൊണ്ട് വെള്ളിയാഴ്ച അൽ കഹ്ഫ് സൂറത്ത് നമുക്ക് മിസ്സായി പോണു കുത്തിറ. അതുപോലെ അൽ കഹ്ഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എത്രയാണ് മഹത്വങ്ങൾ പഠിപ്പാട്ടിരെ. മൻ ഖറഅ ബിഹാ ഉഅ്തിയ നൂറൻ ബൈനസ് സമാഇ വൽ അർദ്, ഒരാൾ അൽ കഹ്ഫ് ഓതിയെങ്കിൽ ആകാശ ഭൂമിയുടെ ഇടയിലുള്ള പ്രകാശം അവനുക്ക് കൊടുക്കപ്പെടും. ഖബറിന്റെ ഫിത്നത്തെ തൊട്ടു അത് കാക്കിടുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസുണ്ട്. അലാ അദുല്ലുക്കും അലാ സൂറത്തിൻ ശയ്യഅഹ 70,000 മലക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവർക്ക് കേക്കിട്, നിങ്ങൾക്കൊരു സൂറത്ത് ഞാൻ പഠിപ്പാട്ടിത്തരട്ട, അതിൽ 70,000 മലക്കുങ്ങാണ് റെഡിയാക്കി കൊമ്പന്നരെ. അല്ലെങ്കിൽ ആ 70,000 മലക്കുങ്ങളെ പിന്നെ മലക്കുകൾ ഒട്ടികയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിരെ കടുത്തരെ. അപ്പോൾ അതിരെ മഹത്വം ആകാശഭൂമിയുടെ ഇടയിലുള്ളത്ര വിശാലമാണ്. അത് ഓതുര ആൾക്കും അത്രയും വലിയ പ്രതിഫലം കിട്ടു. അതെ, ഏത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സൂറത്തിനെ ಬಗ್ಗೆ ചെല്ലറു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല സൂറത്തു അസ്ഹാബിൽ കഹ്ഫ്, 70,000 മലക്കുകളെ പിന്നെ അകമ്പടിയോടെ ബന്ധങ്കത്തെ സൂറത്തു അൽ കഹ്ഫാണ്. അതൊരാൾ ജുമാ നാലിലണ്ട് ഓതിയെങ്കിൽ അടുത്ത ജുമാ വരെയുള്ള ദോഷം പൊറുക്കപ്പെടുക. 3 ദിവസം എക്സ്ട്രാ ദോഷങ്ങൾ പൊറുക്കപ്പെടുക, പ്രതിഫലങ്ങൾ കിട്ടുക. അതുപോലെ ആകാശത്തോളം എത്രങ്കെത്ത പ്രകാശം മൗണു കിട്ടുക. ദജ്ജാലിന്റെ ഫിത്നത്തെ തൊട്ട് കാക്കപ്പെടുക. ഏറ്റവും വലിയ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. ഈമാൻ വരെ തെറ്റിപ്പോണ്ടെങ്കത്തെ ഫിത്ന. ആ ഫിത്നത്തെ തൊട്ട് കാക്കണുണ്ടായെങ്കിൽ അൽ കഹ്ഫ് സൂറത്ത് ഓതറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിത്ത്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ലൈലത്തുൽ ജുമുഅ അളാഅ ലഹു മിനൻ നൂരി ഫീമാ ബൈനഹു വ ബൈനൽ ബൈത്തിൽ അതീഖ്. ഒരാൾ അൽ കഹ്ഫ് ഓതിയെങ്കിൽ, ഈ ജുമുഅത്തെ ജാവുൽ ഒരാൾ ഓതിയെങ്കിൽ നല്ല പ്രകാശമാണ്. അവന്റെയും കഅബാലത്തെയും ഇടയിലുള്ളത്ര ദൂരം പ്രകാശം കിട്ടു. ഇങ്ങനെ ധാരാളം ഹദീസ്. ഒരാൾ അൽ കഹ്ഫ് സൂറത്തിലെ ആദ്യത്തെ 10 ആയത്ത് മനപ്പാടമാക്കിയെങ്കിൽ ദജ്ജാലിന്റെ ഫിത്നത്തെ തൊട്ടു അവന്റെ കാക്കപ്പെടുക. മൻ ഖറഅ 10 ആയാത്തിൻ മിൻ സൂറത്തുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറത്തിലെ ലാസ്റ്റ് 10 ആയത്ത് ഒരാൾ ഓതിയെങ്കിൽ, മനപ്പാടമായി ഓതിയെങ്കിൽ, ലം തളുറഹു ഫിത്നത്തു ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്ന അവന്റെ ബുദ്ധിമുട്ടാക്കില്ല.
അതുപോലെ അൽ കഹ്ഫ് അവസാനത്തെ സൂറത്ത് അവസാനത്തെ ആയത്ത് 10 ഒരാൾ ഓതിയെങ്കിൽ ഏത് സമയത്താണോ ഉറക്കിൽ നിന്ന് അവണു എണിക്കൊണായ ആ സമയത്ത് അവണു എനിക്കിടങ്കത്തൊരു സൗഭാഗ്യവും കൂടി കിട്ടു ആ രൂപത്തിലുള്ള മഹത്വവും അൽ കഹ്ഫ് കൊണ്ടു. അപ്പൊ ദജ്ജാലിന്റെ ഫിത്നയില്ല. ഒമൻ ഖറഅ അസ്സൂറത കുല്ലഹാ ദഖലൽ ജന്ന. ഒരാൾ അൽ കഹ്ഫ് സൂറത്ത് മൊത്തം ഓതിയെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തുക്ക് പോണ്ടുണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടറെ. അപ്പോ ബെല്ലാസരണ്ട് അള്ളാഹു നമുക്ക് തന്നെങ്കത്തെ ഏറ്റവും വലിയ ഓഫർ ഈ അൽ കഹ്ഫ് സൂറത്തിലെ പാരായണം മറന്നു പോണുകയെ തീറ. എന്ത് ബിസിയുന്നെങ്കും അൽ കഹ്ഫ് സൂറത്ത് സമയം കണ്ടെത്തണോണ്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം ശംസുർ റംലി റഹിമഹുല്ല അയാളിലൊട്ടിയേക്കിട് ഒരാൾ അൽ കഹ്ഫ് ജാവുകുപാതി പോൾ പാതി ഓതിയെങ്കിൽ ഈ പ്രത്യേകമായ പ്രതിഫലം അയാൾക്ക് കിട്ടുക. മഹാനായ ഇമാം റംലി റഹിമഹുല്ല ചെൽഡ് ബിഅന്നഹു ലാ യഹ്സുലുഹു സവാബുൽ മഖ്സൂസ്. പ്രത്യേകമായ ഹദീസിൽ ബന്ധങ്കെത്ത പ്രതിഫലം അവനു കിട്ടാല. അതേസമയത്ത് ഖുർആൻ ഓതിയ പ്രതിഫലം കിട്ടു. അപ്പോൾ ഒരേ സമയത്ത് തെച്ചോദനുണ്ടാണ് അൽ കഹ്ഫിന്റെ ಬಗ್ಗೆ ചെൽഡ്. മൊത്തത്തിൽ സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട എപി ഉസ്താദിന്റെ ಬಗ್ಗೆ ഒരാളെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ട 3 വട്ട വെല്ലാസരണ്ട് അൽ കഹ്ഫ് ഇഖ്താർ വേണുണ്ടല്ല ചൊന്ന് അധികരിപ്പിക്കണു. 3 വട്ട ഓതുറുൺ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും വലിയ ബിസിയുള്ളെങ്കത്തെ ആളാണ് ലോകത്തിണ്ട്. ആ ഉസ്താദ് വരെ അങ്ങനെ ഓതുറുണ്ടായെങ്കിൽ ചില ആൾമാർക്ക് അൽ കഹ്ഫ് ഓതുക ബുർസത്തില്ല. വെല്ലാസരണ്ട് എന്തും ബുർസത്തില്ല. നിസ്കാരത്തുക ബണ്ടമേ ഖത്തീബ് മിമ്പർക്ക് പത്തിയിൽ പിന്നെ ഇനിയോ ഖത്തീബ് സലാം വീട്ടാട്ടി മുന്നുള്ള ആ ആൾമാർ റോഡ് സൈഡിൽ പോയിട്ട് ഇക്കിടാറ്. സുബ്ഹാനല്ലാഹ്. അങ്കെന്തും ചൊല്ലും പോലെ ഇല്ല, എന്ത് നസീഹത്ത് എന്തും അങ്കെത്തില്ല, അങ്ങ കിട്ടേയില്ല. ആ രൂപത്തിലുള്ള ബിസിയാണ്. സുബ്ഹാനല്ലാഹ്. സലാം വീട്ടിയ ഉടനെ മൊബൈലാണ് എടുക്കടെ. പിന്നെ ഒരു ഖൈറാത്തും ചെല്ലുക ദിക്ർ ചൊല്ലുക സമയം ഇക്കില്ല. വിചാരിക്കണു ഏതോ സുബ്ഹാനല്ലാഹ് ഏതോ ഇന്ത്യ പാക്ക് അല്ലെങ്കിൽ ചൈനത്തെ ഗടി കാക്കടങ്കത്തെ ആളായിട്ടിക്കു അവിടെ കമാൻഡോ ആയിട്ടിക്കു സൈനികന്മാരെ നേതാവായിട്ടിക്കു മൊബൈൽ മിത്ത് നോക്കിയില്ലെങ്കിൽ അപ്പം സ്പോട്ടാവും. വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകൊണ്ട് വിചാരിച്ചു പോവും ഉണ്ട് ഈ ബിസി കണ്ടെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും അങ്ങനെ ആയിപ്പോണു കുത്തീറ. അള്ളാഹു ഞങ്ങളെ കാത്ത് രക്ഷിക്കുമാറാവട്ട്. വെല്ലാസരണ്ട് ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്. അൽ കഹ്ഫ് സൂറത്ത് ഒരിക്കലും മറന്നു പോണു കുത്തീറ. അപ്പോ ബെല്ലാസരണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ് അൽ കഹ്ഫ് സൂറ. അതുപോലെ അണ്ട് ധാരാളം ദുആർക്കണു. ദുആത്ത് ബെല്ല ഇജാബത്ത് കിട്ടങ്കെത്ത നാളാണ് ബെല്ലാസ. അതിലേറ്റവും ആഗ്രഹിക്കപ്പെടുന്ന ദുആത്ത് ഉത്തരം കിട്ടുക ആഗ്രഹിക്കപ്പെടുന്ന ടൈമു പിന്നെ ഖതീബു മിമ്പറിൽ തെച്ചൽ പിന്നെ നിസ്കാരത്തെ ലാസ്റ്റ് വരെയാണ്. ആ സമയത്ത് ഇടക്ക് പിന്നെ ദുആത്ത് ഉത്തരം കിട്ടു. അത് മൊത്തം ദുആത്ത് ഉത്തരം കിട്ടുന്ന ടൈമുണ്ടല്ല. അത് ലഹളത്തുൻ ലത്തീഫ, വളരെ ചുരുങ്ങിയ സമയമാണ്. ആ സമയത്തും ഇത്തുകൊണ്ട് ദുആ കിട്ടിയിട്ടുണ്ടായി എന്തൊരു ദുആയും ഉത്തരം കിട്ടുന്നുണ്ടാ. ഇന്ന ടൈമും തന്നിട്ടില്ല. അപ്പം ഫുൾ ദുആ ഇറക്കണം. അപ്പോൾ അതിൽ ഏറ്റവും ധാരാളം അഭിപ്രായങ്ങൾ സുബ്ഹാനല്ലാഹ് 45ഓളം അഭിപ്രായങ്ങൾ ഉണ്ടുണ്ടാൻ ചൊല്ലെ. അതിൽ ഖതീബ് മിമ്പറിൽ തെച്ചൽ പിന്നെ നിസ്കാരത്തെ ലാസ്റ്റ് വരെയാണ്. വഹിയ ലഹ്ലത്തുൻ ലത്തീഫ, വളരെ ചെറിയ ടൈമാണ്. വസഹ അന്നഹ ആഖിറു സഅത്തിൻ ബഅദൽ അസ്ർ. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചൊന്ന ഒരഭിപ്രായം അസറിൽ പിന്നെയാണ്. അസറിൽ പിന്നത്തെ അവസാനത്തെ ടൈമും ചൊല്ലുടെ അഭിപ്രായവുമുണ്ട്. അപ്പോൾ ബെല്ലാസരണ്ട് ദുആർക്ക അണ്ടത്തെ ജാവുലും ദുആർക്ക. ഷാഫി ഇമാം ചൊല്ലു ബെല്ലാസ ജാവുലുള്ള ദുആത്ത് ഉത്തരമുണ്ടു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പടിപാട്ടി തന്നെ. അപ്പോൾ ബെല്ലാസരണ്ട് ആക്കുണായ സൽക്കർമ്മങ്ങൾ ധാരാളമാണ്. ഫീലുൽ ഖൈർ, ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുക, സ്വതക്ക കൊടുക്കുക, അതല്ലാത്ത പലതും. അങ്ങനെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാനിപ്പോൾ ചൊന്ന അൽ കഹ്ഫ് സൂറത്ത് ഓതുറുതു മറക്കുകയെ തീറ. പിന്നൊന്ന് സ്വലാത്ത് വ ഇക്സാറു സ്വലാത്തിൻ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമഹ വലൈലതഹ. ജുമുഅത്തെ പോലും ജാവുകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലണു, അധികരിപ്പിക്കണുണ്ടാണ്. ഇമാം അബൂ ത്വാലിബുൽ മക്കി റഹിമഹുല്ല ചെന്ന പോലെ അഖല്ലു ദാലിക 300 മറ അധികരിപ്പിക്കണു ചെല്ലുമ്പോൾ അതിലേറ്റവും കുറഞ്ഞത് 300 300 സ്വലാത്തെങ്കിലും ചെല്ലണു. സ്വലാത്ത് വ്യത്യസ്തമായ പദങ്ങളുണ്ട്. ചെറിയ സ്വലാത്തുമുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അത് വളരെ ചെറിയ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി. ഒരാൾ സുബഹി നിസ്കരിച്ചാൽ പിന്നെ മുൻറാട്ടി മുന്നൊൾ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അങ്ങനെ ചൊന്നിട്ടു അല്ലാഹുമ്മ സ്വല്ലി അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലൈഹി. ഈ ദിക്ർ അങ്ങ് ചൊന്നെങ്കിൽ, ഈ സ്വലാത്ത് 100 വട്ട ചൊന്നെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ചൊല്ലുക അവിടേക്കത്തെ സ്വലാത്താണ്. അങ്ങനെ 100 വട്ട ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി കൊടുത്തെങ്കത്തെ സ്വലാത്താണ്. അവൻ്റെ 100 ആവശ്യങ്ങൾ വീട്ടിൽ കിട്ടു. അതിൽ 30 ആവശ്യം പെട്ടെന്ന് കിട്ടു. എല്ലോ ആവശ്യത്തെ അള്ളാഹു പിന്തിക്കിട. സുബൈ നിസ്കരിച്ചാൽ പിന്നെ മുൻറാട്ടി മുന്നോൾ. മഗ്രിബിലും ഇതുപോലെ സ്വലാത്ത് ചൊല്ലണുണ്ട് ഹദീസിൽ കാണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ ഉള്ള സ്വലാത്തിലെ ഏറ്റവും ചെറിയ പദാണ്.
അപ്പോൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്ത് മറന്നു പോണു തീറ. ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കണുണ്ടാണ് മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടി തന്നുകൊണ്ടുള്ളത്. അതുപോലെ ബെല്ലാസറുണ്ട്, ദലായിലുൽ ഖൈറാത്ത് ആ ഹിസ്ബു, യൗമുൽ ജുമുഅത്ത് ഓതിരങ്കത്തെ ഹിസ്ബു, അതും മറന്നു പോണു തീറ. ആ സ്വലാത്ത് ബെല്ലാസറണ്ടുള്ള സ്വലാത്ത് എല്ലാ വാരവും ഒരാൾ ചെന്നെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ചില്ലറ എന്തുമല്ല. ദലായിലുൽ ഖൈറാത്തിലെ ചില ഷർഹ് വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന ഹദീതായിട്ട് ഒരാൾ ഈ സ്വലാത്ത് ബെല്ലാസറണ്ട് ഹിസ്ബു ദലായിലുൽ ഖൈറാത്തിലെ ഹിസ്ബു ഓതിയെങ്കിൽ സ്വീകരിക്കപ്പെട്ട ഹജ്ജിറ പ്രതിഫലം അള്ളാഹു കൊടുക്കുക. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമ മോചിപ്പിച്ച പ്രതിഫലം കൊടുക്കുക. അള്ളാഹു ചൊല്ലുടെ ഓ നന്റെ മലായിക്കങ്ങളെ, ഇത് നന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ച ആളാണ്. ഇയാൾക്ക് ഓരോ അക്ഷരത്തുക്ക് പകരം നാണ് സ്വർഗത്തിൽ നല്ല മാളിക കൊടുക്കടെ. ഖിയാമത്ത് നാളിൽ ലിവാഉൽ ഹംദര അടിലാണ് ഇയാൾ ബണ്ടേ. അയാളെ മുഖം നല്ല ഹുണ്ണിമയുടെ ചന്ദ്രയുടെ പോലെയാണ്. അയാളെ കൈ എൻ്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലാണ്. ആ രൂപത്തിലാണ് അയാൾ ബണ്ടേ. അങ്ങനെയും മഹത്വങ്ങൾ ചെന്നങ്ങുള്ളാർ. ഹാദാ ലിമൻ ഖാലഹാ ഫീ കുല്ലി യൗമി ജുമുഅ ലഹു ഹാദൽ ഫദ്ൽ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. എല്ലാ ബില്ലാസയും ദലായിലുൽ ഖൈറാത്തിലെ ഹിസ്ബു യൗമിൽ ജുമുഅ, ജുമാ നാളുടെ ആ ഹിസ്ബു ചൊല്ല ആൾക്ക് ഇത്രയും വലിയ മഹത്വങ്ങൾ കിട്ടുന്നുണ്ട് ദലായിലുൽ ഖൈറാത്തിലെ ചില ഷർഹിൽ കാണ്ട്. ഏതായാലും ബെല്ലാസറണ്ട് വളരെ പ്രധാനമായി അക്കൊണായ സൽക്കർമ്മങ്ങൾ. അൽ കഹ്ഫ് സൂറത്ത് മറന്നു പോണു കുത്തീറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്ത് ഒരിക്കലും മറന്നു പോണു കുത്തീറ. ആ ഭാഗം ചെമ്മനാൻ വിശദീകരിക്കില്ല. മുന്നുൾ ഞങ്ങളെ ഈ ക്ലാസ്സിലെ അൽ കഹ്ഫിയുടെ ബഗ്ഗയും അതുപോലെ സ്വലാത്ര ബഗ്ഗയും ഖുസൂസിയത്തു യൗമിൽ ജുമുഅ ബെല്ലാസ നാളുടെ ഖുസൂസിയത്ര ബഗ്ഗെ എല്ലാം ചെമ്മ ക്ലാസ് എടുത്തിട്ട് യൗമുൽ ജുമുഅൻ ചൊന്നിട്ട് 367 നമ്പർ ഒരു ക്ലാസ്, 910 ജുമുഅ ദിന സത്കർമ്മಗಳಿಂದ ಧನ್ಯವಾಗಲಿ ಚೊಲ್ಲಂಕೆತ್ತ ഒരു ക്ലാസ്, 1636 37 38 ഖുസൂസിയത്തു യൗമിൽ ജുമുഅൻ ചൊന്നിട്ടു ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കിതാബ് നോക്കിയിട്ട് വിശാലമായ സംഭവങ്ങൾ വിശദീകരിച്ചിട്ട്. അതുപോലെ 56 57 417 18 1497 ഇതിലെല്ലാം സ്വലാത്ര ಬಗ್ಗೆ വിശാലമായി ചെന്നിട്ട് സ്വലാത്തിന അമൃതವನ್ನು ಹೀರೋಣಾನ್ ചെന്നിട്ട് ಬೇರೊരു ക്ലാസ് 1490 നമ്പറിൽ സ്വലാത്ത് നമ്മನ್ನು ಬೆಳಗಲಿನ್ ചൊല്ലಂಕೆತ್ತೆ ആ സ്വലാത്ര ബഗ്ഗെയുള്ള വിശാലമായ വിവരണം അവിടെ നടത്തിയിട്ട്. അതുകൊണ്ട് ആ ഭാഗം ചെമ്മ ഞാൻ വിശദീകരിക്കില്ല. ഇതെന്തിക്ക് ചൊല്ലേന്ന് ചൊന്നെങ്കിൽ അതും കൂടി നോക്കുക ഉദ്ദേശിക്കുന്ന ആൾമാർക്ക് വിശാലമായ അറിവ് അത് സംബന്ധമായി കിട്ടും. ദലായിലുൽ ഖൈറാത്ര ബഗ്ഗെ 1358 1359 2 ക്ലാസ്സിൽ ചെന്നിട്ട്. അതുപോലെ യൂസുഫ് നബ്ഹാനി ಮತ್ತು ദലായിലുൽ ഖൈറാത്തും ചെന്നിട്ട് 1482 83 84 3 ക്ലാസ്സിൽ വിശാലമായി വിശദീകരിച്ചിട്ട് മൊത്തത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്തുക്ക് വലിയ പവറും മഹത്വവും പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു വ തആല തർന്നുക പോണ്ട. എന്ത് വിജയിന്നെങ്കും എല്ലാ ഷെഡ്യൂളും മാറ്റിവെച്ചിട്ട് എല്ലാ സജാവും പോലും അത് അള്ളാഹു അടുക്കുള്ള ഏറ്റവും നല്ല നാളായി കാണുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗം കൊണ്ട് വിജയിക്കട സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാം പെടുത്തി തരുമാറാവട്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.